മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ വർഷം 2025 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 5 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. അതുപോലെ ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇത് വളരെ അശുഭകരമായിട്ടുള്ള യോഗമാണ്. ഈ യോഗം ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ശനി രാഹുവിൻ്റെ സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് വർഷം 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം വർഷം 2036 കർക്കിടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ 10-ാം ഭാവവുമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ബുധൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. പക്ഷേ 10-ാം ഭാവത്തിൽ രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതിനാൽ ജോയിൻറ്റ് പെയിനോ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റും അലട്ടുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. കാരണം ശുക്രൻ നിൽക്കുന്ന 10-ാം ഭാവത്തിലാണ് ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നത്. ഇത് കുറച്ചൊക്കെ ശുക്രൻ്റെ പ്രഭാവത്തെയും ബാധിക്കുന്നതായിരിക്കും. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം.
പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പ്രേമബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇതിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈവശമായിരിക്കും ഉള്ളത്. മിഥുനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ശനിയുടെ 10-ാം ദൃഷ്ടിയും 7-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗവും നിർമ്മിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ അല്പം അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും പ്രയോജനപ്പെടുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും ഈ വക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 9-ാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം. 9-ാം ഭാവാധിപൻ ശനിയാണ്. ശനി ഈ സമയത്ത് രാഹുവിനോടൊപ്പം മീനത്തിൽ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ്. ഈ യോഗം അത്ര ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ മേൽ അപകീർത്തികളും മറ്റും ചുമത്തുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് കുറച്ച് കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടുവാനും സാധ്യതകളുണ്ട്. അതിനാൽ ധൃതി പിടിക്കാതെ സാവകാശം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. അതോടൊപ്പം ജോലിയുടെ ടെൻഷനും. ഓഫീസിൽ സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. മെയ് 18-ാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതുവരെ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അതിനുശേഷം രാഹുവിൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് കണ്ടകശനി ആരംഭിക്കുമെങ്കിലും ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ കേന്ദ്രസ്ഥാനവും ഉപജയസ്ഥാനവുമായ 10-ൽ നിൽക്കുന്ന ശനി വളരെയധികം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം സാമാന്യമായിരിക്കും. ബിസിനസ് കുറച്ച് ടെൻഷനും മറ്റും അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തിക സ്ഥിതികളെ അത് അധികം ബാധിക്കുന്നതല്ലായിരിക്കും. നിക്ഷേപങ്ങൾ നടത്താനോ ബിസിനസ് വിപുലീകരിക്കാനോ ഒക്കെ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് മെയ് 2-ാം പകുതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് മിഥുനം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.